ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ബൈബിളിനകത്ത് സാൽവേഷൻ, രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഈ സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്ന ആ ടോപ്പിക്കിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് ഇന്ന് ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടെ ക്രിസ്തീയ മതം ഒരു ഫേക്കായിട്ടുള്ള ഐഡിയയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് ശരിക്കും ബൈബിൾ പറയുന്ന രക്ഷ? ബൈബിൾ രക്ഷാകര പദ്ധതി ശരിക്കും എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആധികാരികത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ടോപ്പിക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് ആധാരമായിട്ട് കുറച്ച് ബൈബിൾ വാക്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ പ്രസംഗ സമയത്ത് ഈ രക്ഷ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കാറുള്ള കുറച്ച് വാക്യങ്ങളെയാണ് ഞാനിന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാക്യങ്ങളെ ബേസ് ചെയ്തിട്ട് എന്താണ് രക്ഷ, ആർക്കാണ് രക്ഷ, എന്തിനാണ് രക്ഷ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനാദ്യമൊരു വാക്യം വായിക്കാം. ആദ്യം നമ്മൾ വായിക്കാൻ പോകുന്ന വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വാക്യം പല പ്രസംഗങ്ങളിലും എടുത്തു കാണിച്ചിട്ടാണ് രക്ഷ എന്ന് പറയുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിലൂടെയാണ്, അത് സകല മാനവരാശിക്കും വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ വാക്യത്തിനകത്ത് അതിൻ്റെ കൺസ്ട്രക്ഷനും അങ്ങനെയാണ്. മറ്റൊരുവനിലും രക്ഷയില്ല, മാത്രവുമല്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നുള്ളതാണ് ആ വാക്യം ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. ആ വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നായിരിക്കും ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു വാക്യം. ഇനി വീണ്ടും അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. ആ വാക്യം എങ്ങനെയാണ്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത വാക്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെയും 9-ാമത്തെയും വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു, ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഇതാ എഫേസ്യർ ലേഖനം രക്ഷയെക്കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ്. റോമർ 10-ന്റെ 9-ഉം 10-ഉം വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. എന്നിട്ട് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇതാണ് റോമാലേഖനം രക്ഷയെക്കുറിച്ച് പറയുന്ന കാര്യം. ഈ ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് നമുക്ക് സബ്ജക്റ്റിലേക്ക് കയറാം. അടുത്ത് വായിക്കാൻ പോകുന്നത് 1 തീമത്യോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിനകത്ത് 4-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ബൈബിൾ പറയുന്ന രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്, അത് സർവ്വ മാനവരാശിക്കും വേണ്ടിയിട്ടാണ്, സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് എന്നൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അകത്തുള്ള മർമ്മം? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രക്ഷ എന്നും, അപ്പോൾ ക്രിസ്ത്യൻ മതം പറയുന്നത് എന്താ, എസ്പെഷ്യലി പെന്തക്കോസ്തുകാർ പറയുന്നത് എന്താ? ഇത് സകല മാനവരാശിക്കും വേണ്ടിയിട്ട്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട്, ജനിച്ചവർക്കും ജീവിച്ചവർക്കും ഇനി ജനിക്കാൻ പോകുന്നവർക്കുമായിട്ടുള്ള സകലർക്കും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷ എന്നുള്ളതാണ് ഇന്നത്തെ ക്രിസ്തീയ മതത്തിൻ്റെ അവകാശവാദം. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ രക്ഷ, എന്താണ് ഈ രക്ഷാകര പദ്ധതി, ഈ രക്ഷാകര പദ്ധതിയുടെ ഉദ്ദേശശുദ്ധി എന്താണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഭാരതീയർക്ക് അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സ്വീകരിക്കണം.
ആവശ്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി നിരാകരിക്കണം. ഫൈൻ. സോ ആ രീതിയിൽ നമുക്കിതിനെ ഒന്ന് വളരെ വാലിഡായിട്ടുള്ള രീതിയിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ചുമ്മാ ഒരു ബൈബിൾ വാക്യത്തിൻ്റെ അർത്ഥം കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു ബൈബിളിനകത്തുള്ളൊരു പ്രസംഗം കേൾക്കുന്നു എന്നുള്ളൊരു അപ്രോച്ചിലല്ല ഞാനിതിനെ അവതരിപ്പിക്കുന്നത്. ഇന്ന് ഇന്ത്യക്കാർക്ക്, കേരളീയർക്ക്, അല്ലെങ്കിൽ ലോകത്തിലെ മറ്റ് മനുഷ്യർക്ക് ഈ പറയുന്ന ബൈബിൾ രക്ഷ ആവശ്യമാണോ, അതിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ചിന്തിക്കേണ്ട കാര്യം. ഓക്കെ, ആദ്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മൾ തുടർമാനമായിട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ആ ഒരു ബൈബിൾ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ബൈബിളിൻ്റെ ആ ഒരു സത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് വന്നിരിക്കുന്നത് യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു വാക്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാം, ഒത്തിരിയേറെ വാക്യങ്ങൾ ബൈബിളിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അതുകൂടെ വായിച്ചാൽ മാത്രമേ ആർക്കാണ് രക്ഷ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം പ്രൂഫോടുകൂടെ പറഞ്ഞാൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. സോ ആ പ്രൂഫാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വായിക്കേണ്ടത് മത്തായി സുവിശേഷമാണ്. ഞാൻ അപ്പോൾ ഒന്നെടുക്കട്ടെ. മത്തായി സുവിശേഷം ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളും എടുക്കുക, ഞാൻ വായിക്കുന്നത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വായിക്കേണ്ടത് മത്തായി സുവിശേഷം, അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. ഇത് ജീസസ് ക്രൈസ്റ്റ് തന്നെ പറയുന്നതാണ്. ജീസസ് ക്രൈസ്റ്റ് പറയുന്നു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അപ്പോൾ ജീസസ് തന്നെ ആധികാരികതയോടുകൂടെ പറയുന്നൊരു കാര്യമാണ്, വേറെ ആരും പറയുന്നതല്ല, ശിഷ്യന്മാരൊന്നും പറയുന്നതല്ല. ജീസസ് തന്നെക്കുറിച്ച്, തൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച്, തൻ്റെ മിഷനെക്കുറിച്ച് പറയുവാണ്, എന്നെ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഫൈൻ. അപ്പോൾ ഈ വാക്യം അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം, കാരണം ജീസസ് തന്നെ പറയുന്നതായതുകൊണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യേശുവിൽ നിന്ന് കേട്ട് പഠിച്ചതിന് ശേഷം അപ്പോസ്തലന്മാർ സംസാരിക്കുന്ന സമയത്ത്, അതാണല്ലോ ആധികാരികത. ജീസസ് സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് മനസ്സിലാക്കണം. കാരണം പുതിയ നിയമത്തിനകത്ത് യേശുവിൻ്റെ ആദർശങ്ങളും ശിഷ്യന്മാരുടെ ആദർശങ്ങളുമാണ് ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ശിഷ്യന്മാരെന്താ പറഞ്ഞത് ജീസസിനെ കുറിച്ച്? നമുക്ക് ആദ്യത്തെ വാക്യം നോക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാമത്തെ അധ്യായം, അതിൻ്റെ 31-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 5:31. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിന് മാനസാന്തരവും. അപ്പോൾ മാനസാന്തരം ആർക്കാ വേണ്ടത്? ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും. അപ്പോൾ ആർക്കാ പാപമോചനം വേണ്ടത്? ഇസ്രായേലിന്. അപ്പോൾ ഇസ്രായേലിനാണ് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ, ആരെ? യേശുക്രിസ്തുവിനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ ഇങ്ങോട്ട് അയച്ച പിതാവാം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പാപമോചനം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം. ആർക്ക്? ഇസ്രായേലിന്. ഇനി എന്തൊക്കെയാണ് ആ പാപമോചനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പിന്നിൽ യേശുവിലൂടെ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നത്? ശരിക്കും രക്ഷയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രഭുവായിട്ടും ഇസ്രായേലിൻ്റെ രക്ഷിതാവായിട്ടും ആരെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു? ജീസസ് ക്രൈസ്റ്റിനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. വീണ്ടും നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആധികാരികതയുള്ള, ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് കിട്ടിയതിന് ശേഷം അവരുടെ ആദ്യത്തെ മിഷനാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്. ഓക്കെ, ഇനി നമുക്കടുത്ത 13-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ടോപ്പിക്കും ഓർമ്മയുണ്ടല്ലോ, രക്ഷ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ രക്ഷ ആർക്ക് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്ന വാക്യങ്ങളുടെ അകത്ത് ഊന്നൽ കൊടുത്ത് അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത്. കാരണം അപ്പോസ്തലന്മാരുടെ അടുത്താണ് പ്രസംഗത്തിന് വേണ്ടിയിട്ട്, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അനോയിൻറ്റിങ് കൊടുത്ത ദൈവം അയക്കുന്നത്. യേശുക്രിസ്തു അവരെയാണ് കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വാക്കുകൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അപ്പോസ്തല പ്രവൃത്തികൾ 5:31 വായിച്ചതും യേശുവിനെ രക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നത്, പാപവിമോചനത്തിന് വേണ്ടിയിട്ട് അയച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗൃഹത്തിനാണ് നമുക്ക് കണ്ടത്.
ഇപ്പോൾ ഇവിടെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശുവെന്ന ആരെ കൊടുത്തു? രക്ഷിതാവിനെ കൊടുത്തു. അപ്പം രക്ഷ, യേശുവിലൂടെയുള്ള രക്ഷ ആർക്കാ? ഇസ്രായേലിയർക്കാണ്. തീർന്നിട്ടില്ല, ഇനിയും നമുക്ക് അടുത്ത വാക്യത്തിലേക്കാകാം. ഇപ്പം തന്നെ ഓൾറെഡി നമ്മൾ 3 വാക്യം വായിച്ചു. യേശു പറഞ്ഞത് വായിച്ചു, അപ്പോസ്തലന്മാർ സാക്ഷീകരിച്ച 2 വാക്യങ്ങൾ കണ്ടു. ഇനി വീണ്ടും നമുക്ക് അടുത്ത 26-ാമത്തെ വാക്യത്തിൽ, അതേ അധ്യായത്തിൽ തന്നെ 26-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അപ്പോസ്തലപ്രവൃത്തികൾ 13:26 പറയുന്നത് എങ്ങനെയാണ്? സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തരായുമുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ മക്കളായിട്ടുള്ള ആ യഹൂദ പാരമ്പര്യത്തിലുള്ള, ഒപ്പം തന്നെ യഹൂദ പാരമ്പര്യത്തോടുകൂടെ അടുത്ത ഗോത്രങ്ങൾ, ഇസ്രായേലിൻ്റെ മറ്റുള്ള ഗോത്രങ്ങൾ, ഞാനതൊക്കെ വളരെ വ്യക്തതയോടുകൂടെ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഹൂദ സാമ്രാജ്യം എന്ന് പറയുന്നതിനകത്ത് യഹൂദന്മാരും ലേവ്യരും ബെഞ്ചമിൻ ഗോത്രവും മാത്രമേ ഉള്ളൂ യഹൂദ എന്ന് പറയുന്ന ആ വിളിക്ക് അതിനകത്തുള്ളത്. അപ്പോൾ യഹൂദരെന്ന് പറയുന്ന എല്ലാ ഇസ്രായേലിലും അല്ല. അപ്പോൾ യഹൂദരെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹൂദ ഗോത്രവും ലേവി ഗോത്രവും ഒപ്പം ബെഞ്ചമിൻ ഗോത്രവുമാണ്. ബാക്കിയുള്ള 9 ഗോത്രങ്ങൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ചിതറിപ്പാർക്കുന്ന ഇതര ജാതിയാണ്, അന്യജാതിയാണ്, ജാതിക്കാരാണ്, വിജാതീയരാണ്. അപ്പോൾ വിജാതീയരെന്ന്, ജാതികളെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഈ 3 ഗോത്രങ്ങൾ ഒഴിച്ചുള്ള മറ്റ് 9 ഗോത്രങ്ങളെയാണ് വിജാതീയരെന്ന് ബൈബിൾ ഡിനോട്ട് ചെയ്യുന്നത്, നമ്മളെക്കുറിച്ചിട്ടല്ല. അപ്പോൾ അങ്ങനെ അബ്രഹാമിൻ്റെ മക്കളും അവരോട് ചേർന്നിരിക്കുന്ന മറ്റ് 9 ഗോത്രവുമുള്ള ആ ഒരു ഗോത്രക്കാണ്, ഇസ്രായേലിയർക്കാണ് യേശുവിലൂടെയുള്ള രക്ഷ. ഓക്കെ, ഇനി അടുത്ത വാക്യം. ഇപ്പം നമ്മൾ 4 വാക്യം വായിച്ചു. ഇനി അടുത്ത 5-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അപ്പോസ്തലപ്രവൃത്തികൾ തന്നെ 28-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തം ആകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം യേശുവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തിനകത്ത്, ആ രാജ്യത്തിനകത്ത്, ആ ട്രൈബ്സിന് വേണ്ടി, 12 ഗോത്രങ്ങൾക്കും വേണ്ടി മാത്രമാണ് യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതി എന്നുള്ളത് ഈ വാക്യങ്ങളെല്ലാം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും ലേഖനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി റെഫറൻസ് ഉണ്ട്. എല്ലാം കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം തന്നെ 5 വാക്യങ്ങൾ നമ്മുടെ എവിഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനിയും വാക്യങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് ലേഖന ഭാഗത്തിനകത്തുനിന്നുണ്ടാകും. അപ്പോൾ യേശുവിലൂടെയുള്ള രക്ഷ ഇസ്രായേൽ ഗോത്രത്തിന് വേണ്ടി, ഇസ്രായേൽ വംശത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് ഇതിനകത്തുനിന്ന് വളരെ ക്ലിയറാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയാണെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള തർക്കം ഇനി വേണ്ട. ഇനി എന്താണ് രക്ഷ, അല്ലെങ്കിൽ എന്തിനാണ് രക്ഷ, എവിടെ നിന്നാണ് രക്ഷ, എന്തിലേക്കാണ് രക്ഷ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒറ്റ ലൈനിൽ പറയണമെന്നുണ്ടെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെലിവറൻസ്. ഓക്കെ, ഒരു റെസ്ക്യൂ പ്രോസസ് അല്ലേ. സോ ഇറ്റ്സ് എ ഡെലിവറൻസ് ഫ്രം വാട്ട്? ഫ്രം സിൻ. പാപത്തിൽ നിന്നുള്ള രക്ഷ, പാപത്തിൻ്റെ കോൺസിക്വൻസിൽ നിന്നുള്ള രക്ഷ. അപ്പോൾ 2 കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. പാപത്തിൽ നിന്നും രക്ഷ വേണം, പാപത്തിൻ്റെ കോൺസിക്വൻസിൽ നിന്നും രക്ഷ വേണം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും ആരാണ് പാപികൾ? പാപത്തിൽ നിന്ന് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ പാപികൾ ആരാണെന്ന് അറിയണ്ടേ. അപ്പോൾ ആരാണ് പാപികൾ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അതും ഇനിയിപ്പോൾ വാക്യങ്ങളെടുത്ത് തെളിയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. റോമാലേഖനം നമുക്ക് ബേസായിട്ട് എടുക്കാം. റോമാലേഖനം 1 മുതൽ 7-ാം അധ്യായം വരെ വായിക്കുമ്പോഴത്തേക്ക് ആരാണ് പാപികൾ എന്നുള്ളതിനെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. ഞാൻ എൻ്റെ നക്ഷൽ പറയാം. പാപി എന്ന് പറയുന്നത്, ഒരാൾ പാപിയാകുന്നത് ന്യായപ്രമാണവും അയാളുടെ ജീവിതവും തമ്മിൽ ചേർത്ത് വെക്കുമ്പോഴാണ്. ഞാൻ ഇന്നത്തെ കോണ്ടസ്റ്റിനകത്തൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമുക്ക് വളരെ ക്ലിയറായിട്ട് അതിൻ്റെ ആ ഒരു കോണ്ടസ്റ്റ് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ വളരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നൊരു വ്യക്തി, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റാണ്, ഞാൻ നല്ല ആരോഗ്യവാനാണെന്ന് ഞാൻ നിശ്ചയിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല, എനിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഒരു ചെറിയൊരു എമർജൻസി വന്നിട്ട്, ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അദ്ദേഹത്തിന് ഒരു ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു റിക്വയർമെൻറ്റ് വരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്നിരിക്കട്ടെ.
ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ അവിടെ എൻ്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ എൻ്റെ ബ്ലഡ് എടുക്കത്തില്ല. ആദ്യം എൻ്റെ ബ്ലഡിനകത്ത് സാമ്പിൾ എടുക്കും. എൻ്റെ ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ ബ്ലഡ് അവർ സ്വീകരിക്കത്തില്ല. അപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് 2-3 തുള്ളി രക്തമെടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഡയബറ്റിക് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നു. അപ്പോൾ ഇന്നലെ വരെ ഞാൻ ആരോഗ്യത്തോടു കൂടെ ഇരുന്നു, എനിക്ക് മറ്റ് രോഗങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗറുണ്ട് എന്നുള്ളത്. അപ്പോൾ വീണ്ടും അതിനകത്ത് ബ്ലഡിനകത്ത് എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തന്നെ സ്കാനിങ്ങിലേക്ക് അയക്കും. അപ്പോൾ സ്കാനിങ് മെഷീനകത്ത് തന്നെ ഇങ്ങനെ കയറ്റി കിടന്നിട്ട് ആ സ്കാനിങ് മെഷീൻ എൻ്റെ ശരീരം മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് ആ സ്കാനിങ് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും നിങ്ങളുടെ ശരീരത്തിനകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ ലിസ്റ്റ് എടുത്ത് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇന്നലെ വരെ ഞാൻ ആരോഗ്യമായിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും കഴിഞ്ഞപ്പോഴത്തേക്ക് ആ റിപ്പോർട്ട് വായിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞാൻ ആരാണ്? രോഗിയാണ്. അപ്പോൾ ടെസ്റ്റുകൾ നടത്തുമ്പോഴും സ്കാനിങ് നടത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ രോഗിയാണ് എന്ന്. ഇതുപോലെ മോശ വഴി ദൈവം നൽകിയ ന്യായപ്രമാണം ഒരു വ്യക്തിയുടെ ജീവിതവുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതവുമായി അലൈൻഡായിട്ട് നോക്കുമ്പോൾ ആ ന്യായപ്രമാണ സംബന്ധമായി ഈ ജീവിതത്തിനകത്ത് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിയെ പാപി എന്ന് ലേബൽ ചെയ്യുന്നത്. രോഗി എന്ന് ലേബൽ ചെയ്തതുപോലെ പാപി എന്ന് ലേബനം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സംശയം, ആർക്കാണ് ന്യായപ്രമാണം കൊടുത്തത്? ആർക്കാണ് മോശ വഴിയുള്ള ന്യായപ്രമാണം നൽകിയത്? നമുക്കാണോ നൽകപ്പെട്ടത്? നമുക്ക് വേണ്ടിയായിരുന്നോ? ഒരിക്കലുമല്ല. ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് പോകുമ്പോൾ, കനാനിൽ എത്തി ജീവിക്കുമ്പോൾ ആ ജനങ്ങളുടെ നീതിന്യായ വ്യവസ്ഥ ദൈവം പറയുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഇസ്രായേൽ ജനങ്ങൾക്ക് കനാനിൽ ജീവിക്കാനായി നൽകപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ്, നിയമാവലികളാണ് ന്യായപ്രമാണം. അതൊരിക്കലും നമുക്കല്ല, യഹൂദന് വേണ്ടി മാത്രമാണ്, ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ന്യായപ്രമാണം ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾ യഹൂദന്മാരാണ്. തിരുവെഴുത്തുകൾ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾ യഹൂദന്മാരാണ്, അല്ലെങ്കിൽ ഇസ്രായേലിയരാണ്. അവർക്ക് മാത്രമേ ന്യായപ്രമാണം ഉള്ളൂ, നമുക്കില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് മോശയിലൂടെ നൽകപ്പെട്ട ന്യായപ്രമാണം വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന പാപങ്ങൾ, ആ പാപങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഒരുവനെ നെറ്റിയിൽ പാപി എന്ന് ലേപനം ചെയ്യുന്നത്. അപ്പോൾ ന്യായപ്രമാണ സംബന്ധമായി ഒരുവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് വരുന്നതിന് തൊട്ട് മുന്ന് വരെ മോശ കൽപ്പിച്ചാക്കിയിരുന്ന ദേവാലയ വ്യവസ്ഥയിലെ യാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, ന്യായപ്രമാണ സംബന്ധമായി ചെയ്ത പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ദേവാലയവും പൗരോഹിത്യവും യാഗങ്ങളും ഉണ്ടായിരുന്നത്. നമുക്ക് ദേവാലയമുണ്ടോ? യാഗങ്ങളുണ്ടോ? യാഗങ്ങൾ നടത്താനുള്ള പൗരോഹിത്യമുണ്ടോ? നമ്മുടെ ദേവാലയങ്ങളിൽ ആട്ടക്കൊറ്റനെയും കാളക്കിടാവിനെയൊക്കെ യാഗം കഴിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും കഴിച്ചിരുന്നോ? നോ. വൈ? കാരണം ഈ വ്യവസ്ഥയെല്ലാം നൽകപ്പെട്ടത് യഹൂദന് വേണ്ടിയിട്ട് മാത്രമാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല. ലോകത്തിൻ്റെ ഒരു ഭാഗത്തും അത്തരത്തിലുള്ള ഒരു ദേവാലയം ഉണ്ടായിരുന്നില്ല, അത്തരത്തിലുള്ള പൗരോഹിത്യം ഉണ്ടായിരുന്നില്ല, അത്തരത്തിലുള്ള യാഗങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു കാലത്തും. സോ ഇതെല്ലാം നടന്നിരുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ ജെറുസലേം ദേവാലയത്തിൽ മാത്രം. ഒരൊറ്റ ദേവാലയമേ അവർക്കുള്ളൂ, ജെറുസലേം ദേവാലയം. ഈ ദേവാലയത്തിൽ മാത്രമേ യാഗങ്ങളുള്ളൂ. അപ്പോൾ അന്നത്തെ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദൗത്യം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാഗങ്ങൾ നിറവേറ്റി കൊടുക്കുക, യാഗങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശശുദ്ധിയായിരുന്നു പൗരോഹിത്യത്തിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥ മുഴുവൻ, ഈ വ്യവസ്ഥയാണ് ലോകം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കണ്ടു. സോ ഈ ലോകം എന്ന് പറയുന്ന വ്യവസ്ഥ ഇസ്രായേൽ ജനങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ ന്യായപ്രമാണപ്രകാരം ഒരുവൻ പാപിയാണ് എന്ന് തീരുമാനിക്കുന്നത് യഹൂദൻ്റെ ആ ഒരു കൾച്ചറിൽ മാത്രമാണ്, യഹൂദൻ്റെ കൾച്ചറിൻ്റെ വെളിയിലില്ല. അപ്പോൾ ആർക്കാണ് രക്ഷ വേണ്ടത്?
അത് ഇസ്രായേൽ ജനങ്ങൾക്കാണ്. എന്തിൽ നിന്നാണ് രക്ഷ വേണ്ടത്? ന്യായപ്രമാണ സംബന്ധമായി ഒരുവൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റെ പരിഹാരമാണ് രക്ഷ. അത് യേശുക്രിസ്തുവിന് മുമ്പ് ആര് ചെയ്തിരുന്നു? പൗരോഹിത്യം ആട്ടുകൊറ്റൻ്റെ രക്തത്താലും കാളക്കിടാവിൻ്റെ രക്തത്താലും കുറുപ്രാവിൻ്റെ രക്തത്താലും ആ കാലഘട്ടത്തിൽ അവർ ചെയ്തു പോന്നു. അപ്പോൾ ഓൾറെഡി രക്ഷാകര പദ്ധതി ദേവാലയവും യാഗങ്ങളുമുള്ള ആ ലോക വ്യവസ്ഥയ്ക്കകത്ത് നിറവേറി വന്നിരുന്നു. പക്ഷേ ആ വ്യവസ്ഥയെ മലിനപ്പെടുത്തിയപ്പോഴാണ് അതിനൊരു നീക്കുപോക്കിന് വേണ്ടി ജീസസ് വന്നത്. എങ്ങനെ മലിനപ്പെട്ടു? സ്വാഭാവികമായിട്ടും മതമെന്ന് പറയുമ്പോൾ മലിനത തന്നെയാണ് എക്കാലവും. കാരണം അതിൻ്റെ വക്താക്കളായി നിൽക്കുന്നത് പൗരോഹിത്യമായതുകൊണ്ട് പൗരോഹിത്യത്തിൽ നിൽക്കുന്ന വ്യക്തികൾ എപ്പോഴും ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും, അന്നും ഇന്നും. സോ പൗരോഹിത്യത്തിൽ നിൽക്കുന്ന വ്യക്തികൾ, ഞാനത് പല വീഡിയോയിലും ആവർത്തിച്ച് പറഞ്ഞു, പക്ഷേ എന്നെ കേൾക്കുന്ന ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന വിരസതയാണെങ്കിൽ ക്ഷമിക്കുക. ഒരു വ്യക്തി അന്ന് എല്ലാ യഹൂദന്മാരും പാവപ്പെട്ട ജനങ്ങളായിരുന്നു. കച്ചവടം ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സമ്പന്നരുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കൂടുതൽ ആൾക്കാരും അവരുടെ അഹോവൃത്തി കഴിച്ചു പോകുന്നത് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അപ്പോൾ മെജോറിറ്റി ആൾക്കാരും അവരുടെ ദൈനംദിന ജീവിതത്തിൽ പോലും കഷ്ടപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായും ന്യായപ്രമാണ സംബന്ധമായി പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ ആർക്കും പറ്റില്ല. കാരണം ന്യായപ്രമാണത്തിൽ അനന്യൻ എന്ന് പറയുന്ന പൗലൂസ് പോലും പറയുന്നു പാപികളിൽ പ്രധാനി ഞാനാണ്. അപ്പോൾ പൗലൂസിന് പോലും ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണ ജനങ്ങളുടെ കാര്യം പറയണോ? അപ്പോൾ സാധാരണ ജനങ്ങൾ എപ്പോഴും ന്യായപ്രമാണ സംബന്ധമായി പാപികളാണ് എന്ന് യഹൂദൻ്റെ മതവക്താക്കൾ പറയുമ്പോൾ പ്രായച്ചിത്തമായിട്ട് അവർ ആട്ടുകൊറ്റനെയോ കാളക്കിടാവിനെയോ കൊടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്ന പോലെ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഞാനൊരു പാപം ചെയ്തു. ഞാനൊരു യഹൂദനാണെന്ന് വിചാരിക്കുക, ഞാൻ വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഞാൻ കൂലിവേല ചെയ്തോ അല്ലെങ്കിൽ ദൈനംദിനം ജോലികളൊക്കെ ചെയ്തിട്ട് സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പുരോഹിതൻ പറയുകയാണ്, നീ ഇന്ന പാപം ചെയ്തു ന്യായപ്രമാണ സംബന്ധമായിട്ട്, അതുകൊണ്ട് നീ ഒരു കാളക്കിടാവിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് സമ്പത്തെല്ലാം കൂട്ടിവെച്ച് ഞാൻ ഒരു മാർക്കറ്റിൽ പോയി നല്ലൊരു കാളക്കിടാവിനെ മേടിച്ച് പുരോഹിതൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ആ പുരോഹിതൻ്റെ കയ്യിൽ ഈ കാളക്കിടാവിനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഒത്തിരി അതിനകത്ത് പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യും. ആദ്യത്തെ പാരാമീറ്റേഴ്സ് ഊനമില്ലാത്ത ആടാറാം അല്ലെങ്കിൽ കാളക്കിടാവാകണം. അപ്പോൾ ഞാൻ കൊണ്ടുപോയ കാളക്കിടാവിന് ഊനമുണ്ടോ എന്ന് ആദ്യം പുരോഹിതൻ പരിശോധിച്ചിട്ട് പുരോഹിതൻ തന്നെ സർട്ടിഫൈ ചെയ്യണം ഇതിന് ഊനമില്ല എന്ന്. അപ്പോൾ അതിൻ്റെ ചെവിയൊക്കെ പൊക്കി നോക്കി, കാലൊക്കെ പൊക്കി നോക്കി, അതിനെവിടെയെങ്കിലും ചെറിയൊരു വരയോ കുറിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ പുരോഹിതൻ പറയും ഈ കാളക്കിടാവിന് ഊനമുണ്ട്, ഇതിനെ യാഗം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നിവർത്തിയില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് വന്ന ഒരു കാളക്കിടാവാണ്. അപ്പോൾ യാഗം കഴിച്ചില്ലെങ്കിൽ വീണ്ടും ഞാൻ ഈ ലേബൽ തുടരണം. പാപി എന്നുള്ള ലേബിൽ ഞാൻ തുടരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അവിടുത്തെ പുരോഹിതൻ വന്ന് എൻ്റെ ചെവിയിൽ പതുക്കെ പറയും, നീ ഒരു കാര്യം ചെയ്യ്, ദേ അവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ കൊണ്ടുപോയി ഈ കാളക്കിടാവിനെ വിൽക്ക്, കിട്ടുന്ന കാശുമായിട്ട് വാ, നമുക്ക് മറ്റൊരു വഴി ഉണ്ടാക്കാം. അപ്പം ഞാൻ വിചാരിക്കും ശരിയാ, എന്തായാലും ഞാനിതിനെ ഇത്രയും ദൂരം കൊണ്ടുവന്നു, ഞാൻ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാനൊരു 10,000 രൂപയ്ക്ക് മേടിച്ച കാളക്കിടാവിനെ അദ്ദേഹം ഒരു 8,000 രൂപ പറയും. ഞാൻ വിചാരിക്കും ഓക്കെ കുഴപ്പമില്ല, 2,000 രൂപയുടെ നഷ്ടമല്ലേ ഉള്ളൂ. ആ കടയിലേക്ക് ഞാൻ ഈ കാളക്കിടാവിനെ കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന 8,000 രൂപയുമായിട്ട് പുരോഹിതൻ്റെ അടുത്ത് വരും. അപ്പോൾ പുരോഹിതൻ വീണ്ടും ചെവിയിൽ വന്ന് പറയും, നീ ഒരു കാര്യം ചെയ്യ്, ദേ അവിടെ വേറൊരു കടയുണ്ട്, അവിടെ പോയാൽ ഊനമില്ലാത്ത കാളക്കിടാവിനെ കിട്ടും, ആ കടയിൽ പോയി ഊനമില്ലാത്ത കാളക്കിടാവിനെ മേടിച്ചിട്ട് വാ. അങ്ങനെ ഞാൻ ഈ 8,000 രൂപയും കൊണ്ട് ആ കടയിൽ പോകുമ്പോൾ അവിടെ ഊനമില്ലാത്ത ആടിനെ വേണമെങ്കിൽ 15,000 രൂപയാവും. അപ്പോൾ 15,000 രൂപയ്ക്ക് ഞാൻ അവിടെ പോകും, എൻ്റെ കയ്യിൽ 8,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ദുഃഖിതനായി ഞാൻ വീണ്ടും ഈ 8,000 രൂപയും കീശയിൽ വെച്ചിട്ട് ഞാൻ തിരികെ വീട്ടിലേക്ക് പോയി വീണ്ടും 1-2 ആഴ്ച കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീണ്ടും ഒരു 8,000 രൂപ കൂടെ ഒപ്പിച്ചിട്ട് ആ 15,000 രൂപയും കൊണ്ട് ഞാൻ ഈ പുരോഹിതൻ പറഞ്ഞ കടയിലേക്ക് പോകും. അവിടെ നിന്ന് 15,000 രൂപ കൊടുത്ത് ഊനമില്ലാത്ത ആടിനെ കൊണ്ട് പുരോഹിതൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? ആ വിറ്റ കടയും പുരോഹിതൻ്റെയാണ്, ഈ മേടിക്കാൻ പറഞ്ഞ കടയും പുരോഹിതൻ്റെയാണ്. ഞാൻ 8,000 രൂപയ്ക്ക് വിറ്റ ആടിനെ അവർ ആ പുറകുവശത്തൂടെ കൊണ്ടുവന്ന് ഈ കടയിൽ കെട്ടിയിരിക്കും. ഒരു പക്ഷേ ഞാൻ ഈ 15 രൂപ കൊടുത്ത് മേടിക്കുന്നത് ഞാനന്ന് 8,000 രൂപയ്ക്ക് വിറ്റ ആട് തന്നെയായിരിക്കും. ഓക്കെ, എനിക്ക് സന്തോഷമായി, കുഴപ്പമില്ല, കുറച്ച് നഷ്ടം വന്നാലും ഞാൻ ഈ ആടിനെ കൊണ്ടുപോയി കൊടുത്ത് യാഗം കഴിച്ച് എൻ്റെ പാപി എന്ന് പറയുന്ന ലേബിളിനെ മാച്ചു കളയും.
പുരോഹിതൻ പറയും, നിൻ്റെ പാവമെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സന്തോഷത്തോടു കൂടെ വീട്ടിൽ പോകും. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പാപമില്ലാത്തവനായി, പാപം ചെയ്യാത്തവനായി ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മനുഷ്യനായാൽ വീണ്ടും പാപം ചെയ്യും. വീണ്ടും അടുത്ത ആഴ്ച, ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഈ ന്യായപ്രമാണ സംബന്ധമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു പാപം ചെയ്തു. ഞാൻ വീണ്ടും ആടുകൊറ്റനെ മേടിക്കണം, അല്ലെങ്കിൽ കാടക്കിടാവിനെ മേടിക്കണം. സോ ആഴ്ച തോറുമോ ദിവസം തോറുമോ ഞാൻ ചെയ്യുന്ന പാപങ്ങളുടെ പരിഹാരാർത്ഥം ഇങ്ങനെ ഞാൻ എൻ്റെ അധ്വാനത്തിൽ നിന്ന് കാളക്കിടാവിനെയും പശുക്കിടാവിനെയും ആട്ടുകൊറ്റനെയും കുറുപ്രാവിനെയൊക്കെ മേടിച്ച് മുടിയത്തേ ഉള്ളൂ. ആർക്കിതിൽ നിന്ന് രക്ഷ തരാൻ പറ്റും? കാരണം അവിടെ പുരോഹിതൻ അവിടെ വട്ടിപ്പലിശയ്ക്ക് കച്ചവടം നടത്തുകയാണ്. ജെനുവിനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ഇവർ സമ്മതിക്കത്തില്ല. ഞാൻ കൊണ്ടുപോകുന്നതിനെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ പറയുന്ന ഡിമാൻഡ് അനുസരിച്ചുള്ള സാധനത്തിന് അവിടെ മേടിച്ചു കൊടുത്താലേ എനിക്ക് പാപമോചനം തരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്ത് പിഴിഞ്ഞ് ചൂഷണം ചെയ്ത് വീർത്ത കീശകളുമായിട്ട് നിൽക്കുന്ന പൗരോഹിത്യത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് ഈ സിസ്റ്റത്തിനെ തകർത്തേ പറ്റത്തുള്ളൂ. ഈ ലോകത്തെയാണ് ദൈവം തകർക്കാൻ ആഗ്രഹിച്ചത്. ഈ ലോകത്തിൻ്റെ അവസാനമാണ് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. ആ ലോകത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ജീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം അനോയിന്റ് ചെയ്ത് ഇസ്രായേലിയർക്ക് വേണ്ടി കൊടുത്തത്. ഈ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും നമ്മളാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും യാഗവുമായിട്ട് പുരോഹിതന് മുമ്പേ പോയിട്ടുണ്ടോ? അപ്പോൾ പാപത്തിൽ നിന്നുള്ള രക്ഷ ആർക്കാണ്? സോ പാപികൾ എന്ന് പറയുന്ന ലേബൽ ഒട്ടിക്കുന്നത് ന്യായപ്രമാണ സംബന്ധമായിട്ടാണ്. ന്യായപ്രമാണത്തിൻ്റെ ലംഘനത്താലാണ്. ആ ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത് യഹൂദന് അല്ലെങ്കിൽ ഇസ്രായേലർക്ക് മാത്രമാണ്. അത് ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി കേരളത്തിന് വേണ്ടിയോ ഇന്ത്യക്കോ വേണ്ടിയിട്ടല്ല. സോ എങ്ങനെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? സോ നമുക്കൊന്നുകൂടെ ഞാൻ പറഞ്ഞ കാര്യത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിൽ വരട്ടെ. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് രക്ഷ? യഹൂദന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട്? ഈ വ്യവസ്ഥയുള്ളത്, ലോക വ്യവസ്ഥയുള്ളത്, ന്യായപ്രമാണവും യാഗങ്ങളും പൗരോഹിത്യവും ദേവാലയവും എല്ലാം ഉള്ളത് യഹൂദനാണ്. അപ്പോൾ യഹൂദനാണ് രക്ഷയുടെ ആവശ്യം. രക്ഷയുടെ ആവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് എന്തുകൊണ്ടാണ്? അത്യന്താപേക്ഷിതമായിട്ട് വന്നത് എന്തുകൊണ്ടാണ്? ഈ സിസ്റ്റത്തിനെ ഒരു വിഭാഗം പൗരോഹിത്യത്തിലുള്ള ആൾക്കാർ കച്ചവട മനോഭാവത്തോടു കൂടെ സമീപിച്ചിട്ട് ഈ സിസ്റ്റത്തെ കറപ്റ്റഡ് ആക്കിയിട്ട് ആദായ സൂത്രത്തിനായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ആ സിസ്റ്റത്തിനെ തകർക്കുക എന്ന് പറയുന്ന ഉദ്ദേശശുദ്ധിയോടുകൂടെയാണ് ജീസസ് ക്രൈസ്റ്റിനെ അനോയിന്റ് ചെയ്ത് ദൈവം ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ വായിച്ച അപ്പോസ്തല പ്രവൃത്തിയിലുള്ള വാക്യങ്ങളിലെല്ലാം ഇസ്രായേൽ ഗൃഹത്തിനാണ് രക്ഷ, ഇസ്രായേലിയർക്കാണ് രക്ഷ, ആ രക്ഷിതാവ് യേശുക്രിസ്തു അവർക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന് വളരെ വ്യക്തതയോടുകൂടെ എഴുതിയിരിക്കുന്നത്. ജീസസും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയറാണ് ആയി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ഒരിക്കലും ഈ ബൈബിൾ പറയുന്ന രക്ഷ, പെന്തിക്കോസുകാർ പറയുന്ന രക്ഷ, ക്രിസ്ത്യാനികളിലെ മതവക്താക്കൾ പറയുന്ന രക്ഷ നമുക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ നമുക്ക് പിന്നെ എന്താ വേണ്ടത്? നമ്മൾ പാപികളല്ലേ? സ്വാഭാവികമായിട്ടും അടുത്തുണ്ടാകുന്ന സംശയം ഇതാണ്, മലയാളികൾ പാപികളല്ലേ, ഇന്ത്യക്കാർ പാപികളല്ലേ, നമുക്ക് പിന്നെ എങ്ങനെ രക്ഷ കിട്ടും? നമ്മൾ പാപികളാണെന്ന് ആര് പറഞ്ഞു? നമ്മൾ പാപികളാണെന്ന് ആര് പറഞ്ഞു? നമ്മളോട് ആരെങ്കിലും വന്ന് പറഞ്ഞോ? മോശ വന്ന് പറഞ്ഞോ? യേശു വന്ന് പറഞ്ഞോ? അപ്പോസ്തലന്മാർ വന്ന് പറഞ്ഞോ? നോ, നെവർ, ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ പാപികളാണെന്ന് ആര് നമ്മോട് പറഞ്ഞു? ഈ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കോട്ടിമാട്ടി ആദായ സൂത്രത്തിനകത്ത് വീണ്ടും ഇതിനെ റീഫ്രെയിം ചെയ്ത് മറ്റൊരു ദേവാലയ വ്യവസ്ഥയും മറ്റൊരു മതവ്യവസ്ഥയും തട്ടിക്കൂട്ടി അവരുടെ ആദായ സൂത്രത്തിന് വേണ്ടി നമ്മളോട് അവർ പറഞ്ഞു നീ പാപിയാണ്. അല്ലാതെ നമ്മൾ പാപികളെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത് നമ്പർ 1. ഇനി നമ്പർ 2, ജീസസിലൂടെ തന്നെയുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ഈ പൗരോഹിത്യത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിട്ടുള്ള മതവക്താക്കൾ നമ്മളോട് ജീസസിലൂടെയുള്ള രക്ഷ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട്. കാരണം പുതിയ നിയമത്തിനകത്ത് മറ്റൊരു കൺസെപ്റ്റ് കൂടെയുണ്ട്. പുതിയ നിയമം പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പാപികളാണെന്നല്ല പുതിയ നിയമം പറയുന്നത്. പുതിയ നിയമം പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ വിശുദ്ധരും നീതിമാന്മാരും ആണ് എന്നാണ്. കാരണം യേശുക്രിസ്തു വന്നത് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, പാപികളുടെ വിമോചനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ചെയ്ത പ്രവൃത്തിയിലൂടെ സകല മനുഷ്യരുടെയും പാപങ്ങൾ കഴിഞ്ഞു. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം നിങ്ങളെ പറ്റിച്ച് കൊണ്ടിരിക്കുന്ന
കള്ള മതവക്താക്കളോട് നിങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കേണ്ട കാര്യമാണ്, ജീസസ് വന്നത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, ജീസസിൻ്റെ പ്രവൃത്തിയിലൂടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എങ്കിൽ പിന്നെ എങ്ങനെ ഈ കാലത്ത് ഒരു മനുഷ്യൻ പാപിയാകും? അത് യഹൂദനാകട്ടെ ആരോ ആകട്ടെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് ആപ്ലിക്കബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ പാപികളല്ല. അത് നമ്പർ 1. ഇനി അഥവാ വീണ്ടും പാപികളാണ് എന്നുള്ളൊരു ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, ജീസസ് ക്രൈസ്റ്റ് വന്നത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണെങ്കിലും പാപികളെ രക്ഷിക്കാനാണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ അവൻ ചെയ്ത് പൂർത്തീകരിച്ചുവെങ്കിൽ പിന്നെ എങ്ങനെ മനുഷ്യൻ പാപികളാകും? പിന്നെ എന്തിനാണ് വീണ്ടും ഒരു രക്ഷ? അപ്പോൾ പുതിയ നിയമത്തിൽ ജീസസ് ക്രൈസ്റ്റിന് ശേഷം വന്നിരിക്കുന്ന ജനറേഷനോട് അപ്പോസ്തലന്മാരും എസ്പെഷ്യലി പൗലൂസും പറയുന്നത്, നിങ്ങൾ പാപികളല്ല, നിങ്ങൾ നീതിമാന്മാരാണ്, നിങ്ങൾ വിശുദ്ധരാണ്, നിങ്ങൾ ദൈവജനമാണ്, നിങ്ങൾ വിശുദ്ധ ജനമാണ്, ദൈവം നിങ്ങളെ തൻ്റെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ പുതിയ നിയമം പറഞ്ഞിരിക്കെ ആരാണ് പിന്നെ പാപികൾ? പിന്നെ ആർക്കാണ് രക്ഷയുടെ ആവശ്യം? സോ ഏത് രീതിയിൽ നോക്കിയാലും, ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിയാലും അതല്ലാത്ത രീതിയിൽ നിന്ന് നോക്കിയാലും യഹൂദൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് മനുഷ്യർ പാപികളല്ല. അപ്പോൾ ക്രിസ്തീയ മതം പറയുന്നത് ന്യൂയിസൻസ് ആണ്, ഫോഷ്കാണ്, ഫേക്കാണ്. അത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നും മനുഷ്യർ പാപികളാണെന്ന് വരുത്തി തീർത്താൽ മാത്രമേ ഇന്നുള്ള ദേവാലയ വ്യവസ്ഥയ്ക്കും ഇന്നുള്ള പൗരോഹിത്യത്തിനും ഇന്നുള്ള ചർച്ച് ഡോക്ട്രിൻസിനും ഇന്നുള്ള പ്രസംഗ തൊഴിലാളികൾക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഒരു സമയത്ത് പോപ്പുലർ ഫ്രണ്ടിനെ അങ്ങനെയുള്ള ഭീകരവാദ സംഘടനകളെ ബാൻ ചെയ്തതുപോലെ ഇന്ന് ബൈബിളിനെ കോട്ടിമാട്ടി പ്രസംഗിക്കുന്ന സംഘടനകളെല്ലാം ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യേണ്ട സമയമായി. കാരണം അവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. സോ ഏത് ആസ്പെക്റ്റിൽ നോക്കിയാലും ഈ പറയുന്ന രക്ഷ എന്ന് പറയുന്ന കാര്യം നമുക്ക് ആപ്ലിക്കബിൾ അല്ല, ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലും അല്ലാതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തുണ്ടാകാവുന്ന ക്വസ്റ്റ്യൻ, അതിലേക്കാണ് ഞാൻ ഇനി വരുന്നത്. കാരണം ഇതിൻ്റെ എല്ലാ പഴുതുകളും അടച്ചില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വിമർശനങ്ങളുണ്ടാകും. അതങ്ങനെയല്ലേ ഇതെങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കമൻറ്റുകൾ വരും. അതുകൊണ്ട് സ്വാഭാവികമായും ഉണ്ടാകേണ്ടുന്ന അടുത്ത സംശയത്തിന് മറുപടി പറയാം. നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ കള്ളം പറയുന്നുണ്ട്, എൻ്റെ ജീവിതം നോക്കുമ്പോൾ എനിക്ക് ഇന്ന കുഴപ്പങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പാപിയാണല്ലോ, ഞാൻ തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ, എന്നിൽ കുറവുകളുണ്ടല്ലോ, എനിക്ക് അങ്ങനെയുള്ള സ്വഭാവ വൈകല്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ നോക്കുമ്പോൾ ഞാൻ പാപിയാണല്ലോ, കുറ്റക്കാരനാണല്ലോ, അപ്പോൾ എനിക്ക് രക്ഷ വേണ്ടേ? അപ്പോൾ അത് സ്വാഭാവികമായും ന്യായമായും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമ്മളെ പറഞ്ഞ് ലേബൽ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാപിയാണെന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കേട്ടതകത്ത് കിടക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സിനകത്ത് ഞാൻ അങ്ങനെയാണെന്നുള്ള ചിന്തയിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ കുറ്റങ്ങളും കുറവുകളും കുഴപ്പങ്ങളും എന്നിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം അത് എന്നെ പാപിയാക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം. ഇനി വേറൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമാകും. നമ്മുടെ അജ്ഞതയാണ് ശരിക്കും നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അജ്ഞത മാറുമ്പോൾ ഈ പ്രശ്നങ്ങൾ മാറും. എങ്ങനെയെന്ന് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കൈക്കുഞ്ഞ് ജനിച്ച് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു കൈക്കുഞ്ഞ്. ഈ കൈക്കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടി നമ്മളതിനെ അമ്മ പാലൊക്കെ കൊടുത്ത് ആ കുഞ്ഞിനെ ഒന്ന് ഉറക്കി കട്ടിലേക്ക് കിടത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ കട്ടിലിൽ കുഞ്ഞ് മുള്ളി വെക്കും. വീണ്ടും അമ്മ വന്ന് ആ കുഞ്ഞിനെ ഒന്ന് തുടച്ച് കഴുകി വൃത്തിയാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് പുതച്ച് വീണ്ടും കിടത്തുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞ് അവിടെ അപ്പിയിട്ട് വെക്കും. വീണ്ടും നമ്മളെന്ത് ചെയ്യുന്നു, കുഞ്ഞിനെ വൃത്തിയാക്കുന്നു, ഇതൊക്കെ തുടച്ച് മാറ്റുന്നു. അതെല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് വീണ്ടും കുഞ്ഞിനെ ഒന്ന് ശുചീകരിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വീണ്ടും കിടത്തുന്നു. ഇങ്ങനെ ഒരു ദിവസം എത്ര പ്രാവശ്യം ഈ കുഞ്ഞ് കട്ടിലിൽ അപ്പിയിട്ട് വെക്കും, മുള്ളി വെക്കും? ചില സമയത്ത് അമ്മയുടെ കയ്യിലോ അപ്പൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ചേട്ടൻ്റെ കയ്യിലോ ഒക്കെ ഇരുന്നിട്ടായിരിക്കും കുഞ്ഞ് അപ്പിയിടുന്നത് അല്ലെങ്കിൽ മുള്ളി വെക്കുന്നത്. ഇത് എത്ര ദിവസം കണ്ടിന്യൂ ആവും? ആ കുഞ്ഞിന് വകതിരിവുണ്ടാകുന്നത് വരെ, തിരിച്ചറിയൽ ഉണ്ടാകുന്നത് വരെ, ചിലപ്പോൾ 2-3 വയസ്സ് വരെ ഈ പ്രക്രിയ തുടരും. അപ്പോൾ ഈ കുഞ്ഞ് മലമൂത്ര വിസർജനം ചെയ്യുന്നത്
അപ്പൻ്റെ മടിയിലോ അമ്മയുടെ മടിയിലോ തുണിയിലോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലത്തോ കാറിലോ ബെഡിലോ ഒക്കെ ആകും. എല്ലാം വീടിനകത്ത് തന്നെയാണ്. എന്തുകൊണ്ട് കുഞ്ഞങ്ങനെ ചെയ്യുന്നു? കുഞ്ഞിന് എന്തായിട്ടില്ല? വകതിരിവായിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചറിവായിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞത് തുടർന്നു കൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ആ കുഞ്ഞിനെ വഴക്ക് പറയത്തില്ല, ഒരിക്കൽ പോലും നമ്മൾ ആ കുഞ്ഞിനെ അടിക്കത്തില്ല, ആ കുഞ്ഞിനെ ശകാരിക്കത്തില്ല. എന്തിനാണ് നീ ഇത് ചെയ്തു വെച്ചതെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഒരു രീതിയിൽ നമ്മൾ നോവിക്കാറില്ല. എത്ര പ്രാവശ്യം ഇത് കണ്ടിന്യൂ ചെയ്താലും നമ്മൾ സ്നേഹത്തോടെ വാത്സല്യത്തോടുകൂടെ ഇതിനെ മാറ്റുകയും വൃത്തിയാക്കുകയും നമ്മൾ ആ കുഞ്ഞിനെ വീണ്ടും കിടത്തുമ്പോൾ ചിലപ്പോൾ ഉമ്മ കൊടുത്തിട്ടായിരിക്കും നമ്മൾ കിടത്തുന്നത്. എന്തുകൊണ്ടാണ്? തിരിച്ചറിവില്ലാത്ത കുഞ്ഞാണെന്ന് നമുക്കൊരു ബോധമുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഇതേ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു 18 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 20 വയസ്സായി കഴിയുമ്പോൾ ആ കുഞ്ഞ് പിന്നെ വേണമെന്ന് വെച്ച് കട്ടിലിൽ മുള്ളാൻ പോവോ? എനിക്കിന്ന് കട്ടിലൊന്ന് മുള്ളണം എന്ന് പറഞ്ഞ് കുഞ്ഞ് കട്ടിൽ പോയി മുള്ളുവോ? ഇന്ന് എനിക്ക് കട്ടിൽ അപ്പിയിട്ട് വെക്കണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും കുഞ്ഞ് കട്ടിൽ അപ്പിയിട്ട് വെക്കുമോ? അപ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ ആ വളർച്ചാഘട്ടത്തിൽ വകതിരിവുണ്ടാകുമ്പോൾ, തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഈ കുഞ്ഞ് പണ്ട് കാണിച്ച ചപലതകളൊന്നും പിന്നെ കാണിക്കത്തില്ല. വേണമെന്ന് വെച്ചാൽ പോലും കാണിക്കത്തില്ല. റൈറ്റ്? അതെങ്ങനെ മാറി? അവിടെ ഉണ്ടായത് ഒരു തിരിച്ചറിവാണ്, ഒരു പരിവർത്തനമാണ്, ഒരു സ്വയംബോധമാണ്. സോ ഈ തിരിച്ചറിവ്, ഈ ഒരു വകതിരിവാണ് അവനെ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഇതുപോലെ ഞാൻ ഇന്ന് പാപിയാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ എനിക്കുണ്ടായി വരുന്നത്. ജനിച്ചപ്പോൾ അപ്പത്തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെയല്ല ഇങ്ങനെയല്ല, അത് തെറ്റാണ് ഇത് തെറ്റാണെന്ന് എന്നെ കോൺസ്റ്റൻ്റായിട്ട് കേൾപ്പിച്ച് തെറ്റുകളുടെ ഒരു സമാഹാരമാണ് എൻ്റെ തലയ്ക്കകത്ത് കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ലംഘനങ്ങൾ ഞാൻ തെറ്റുകാരനാണ്, കുഴപ്പക്കാരനാണ്, പാപിയാണ് എന്ന് എന്നെ തന്നെ റിമൈൻഡർ ആക്കുന്നത്. പക്ഷേ എനിക്ക് നൽകേണ്ടത് ശരിക്കുമുള്ള വിവേചന ബുദ്ധിയാണ്, ശരിക്കും ഞാൻ ആരാണെന്നുള്ള ബോധമാണ്. അപ്പോൾ എനിക്കൊരു വിവേചന ബുദ്ധി നൽകിയാൽ, ആ രീതിയിൽ എന്നെ ഒന്ന് നർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായി എനിക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ എന്നെ എന്താ പഠിപ്പിക്കേണ്ടത്? എടാ, നീ പാപിയാണെന്ന് പറയുകയല്ല, നീ ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയല്ല, നിനക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ടെന്ന് പറയുകയല്ല, അങ്ങനെ എല്ലാം നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എന്നെ ഫീഡ് ചെയ്യല്ല വേണ്ടത്. തിരിച്ചാ പറയേണ്ടടാ, യു ആർ ഹോളി, നീ വിശുദ്ധനാണ്, നീ നീതിമാനാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നിൻ്റെ ഉള്ളിലിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവായതുകൊണ്ട് യു ആർ ഓൾവേസ് ഹോളി, യു ആർ എ ഡിവൈൻ പേഴ്സൺ. ഈ രീതിയിൽ നമ്മുടെ ശരിക്കുമുള്ള അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പകർന്നു തന്നു കഴിഞ്ഞാൽ, അതിൽ ജീവിക്കാനായിട്ടുള്ള ട്രെയിനിങ് എനിക്ക് തന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന ചപലതകളൊന്നും എൻ്റെ ലൈഫിനകത്ത് ഉണ്ടാകില്ല. ഐ വിൽ ലീഡ് എ ഹോളി ലൈഫ്. സോ ഈ രീതിയിലാണ് ഒരു വ്യക്തിയെ ട്രെയിൻ ചെയ്യേണ്ടത്. അത് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും, വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാലും, ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും, എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഈ തരത്തിൽ ഒരു വ്യക്തിയെ ട്രെയിൻ ചെയ്യണമെന്നാണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കാത്തതാണ് ഈ വിഷയത്തിന് കാരണം, അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ റൂട്ട് കോസ്. അപ്പോൾ ഇവിടെ പ്രശ്നം ആരാ ഉണ്ടാക്കുന്നത്? നമ്മളാണോ ഉണ്ടാക്കിയത്? അതോ നമ്മളെ പഠിപ്പിച്ചവരാണോ നമ്മളെ വഴിതെറ്റിച്ചത്? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഈ മതവക്താക്കളും മതവുമാണ് ഏറ്റവും വലിയ കുഴപ്പം. വേണ്ടാത്ത അനാവശ്യമായി മനുഷ്യരെ തെറ്റിക്കുന്ന മതങ്ങളെയും മതവക്താക്കളെയും ബാൻ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിൽ ഏറ്റവും ഭീകരമായ തീവ്രവാദ സംഘടന പെന്തിക്കോസ് തന്നെയാണ്. കാരണം അവരാണ് കവലകൾ തോറും മൈക്ക് കെട്ടി വെച്ച് ഈ ഒരു പ്രശ്നത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം പെന്തക്കോസിനെ ബാൻ ചെയ്യുക, അത് കഴിഞ്ഞ് ക്രിസ്തീയ മതത്തെ ബാൻ ചെയ്യുക, അത് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള വിദേശ മതങ്ങളെല്ലാം ബാൻ ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യക്കാർക്ക് അവരുടെ പ്യൂരിറ്റിയിൽ ജീവിക്കാനായിട്ടുള്ള അഡ്വൈസസ്, ഇൻസ്ട്രക്ഷൻസ്, ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും. ഈ ഉള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് നിൽക്കുമ്പോൾ പ്യുവറായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് ജനങ്ങളുടെ മനസ്സ് സജ്ജമാകും. സോ ഇതാണ് വേണ്ടത്. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ആവശ്യം ഈ മതങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട്, മതങ്ങളുടെ ഡോക്ട്രിൻസിനെല്ലാം മാറ്റി നിർത്തിയിട്ട്, കള്ളമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും മാറ്റി നിർത്തിയിട്ട് ഒരുവനിൽ ഉണ്ടാകേണ്ടുന്നത് അവൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ആ ലയനത്തിലുള്ള ഒരു ജീവിതമാണ്.
മനുഷ്യൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ലയനത്തിനകത്തുള്ള ജീവിതം തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ന്യൂനതകൾ, ഇല്ലായ്മകൾ, പോരായ്മകൾ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ആ പ്യൂരിറ്റിയിൽ, ഡിവൈനിറ്റിയിൽ, ഹോളിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ എല്ലാ മനുഷ്യർക്കും പറ്റുമെന്നുള്ളതാണ് സത്യം. ഇത് പറഞ്ഞു കൊടുക്കാനും ഇതിനെ ട്രെയിൻ ചെയ്യിക്കാനുമാണ് ഇനി നമുക്ക് ഗുരുജനങ്ങളെ ആവശ്യമായിരിക്കുന്നത്. സോ എന്നെ കേൾക്കുന്ന വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഇതിനകത്ത് 100 പേര് കേൾക്കുമ്പോൾ 90% ആൾക്കാരും എതിർക്കാൻ നിൽക്കും. കാരണം അവരുടെ ബ്രെയിനകത്ത് ഇത് ഇഞ്ചക്ട് ചെയ്ത് അവരുടെ ബ്രെയിനെ വേറൊരു രീതിയിൽ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അവർക്കിത് ഡൈജസ്റ്റ് ആകത്തില്ല. അവരുടെ പ്രശ്നമല്ല, അവരെ ട്രെയിൻ ചെയ്തതിൻ്റെ പ്രശ്നമാണ്. വളർത്തു ദോഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബൈബിളും പറയുന്നുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെ, അത് ചുടല വരെ ഉണ്ടാകും. അപ്പോൾ ഈ ജനറേഷൻ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകട്ടെ. ഇവരെ നമുക്ക് നന്നാക്കാൻ പോയിട്ടൊന്നും കാര്യമില്ല. അടുത്ത ജനറേഷനിലുള്ള കുഞ്ഞുങ്ങൾക്ക്, ഇനി അങ്ങോട്ടുള്ള ജനറേഷനിലെ കുഞ്ഞുങ്ങൾക്ക് ഈ മനുഷ്യാത്മാവും ദൈവാത്മാവിനുമായിട്ടുള്ള ലയനത്തിനകത്ത് ജീവിക്കുന്ന ജീവിതക്രമം, ആ ഒരു കൾച്ചറിനെ അവർക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞതുപോലെ ഹോളിസ്റ്റിക്കായിട്ട്, ഡിവൈനായിട്ട്, അതോറിറ്റിയോടുകൂടെ വാഴ്ചയുടെ, അധികാരത്തിൻ്റെ ജീവിതത്തിൽ അവർ മുമ്പോട്ട് നയിക്കും. അവരാകട്ടെ നമ്മുടെ ഇനി റോൾ മോഡൽ. അതിനാണ് എന്നെപ്പോലെയുള്ള ആൾക്കാർ ഈ കടന്ന് വായിട്ടലയ്ക്കുന്നത്. വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. ഇന്ത്യയുടെ, കേരളത്തിൻ്റെ അടുത്ത തലമുറകളുടെ ആ ശരിക്കുമുള്ള ബേർഡൻ എടുത്തു വച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഫൈൻ. സോ മനോജിന് വട്ടൊന്നുമില്ല. നിങ്ങളുടെ വട്ടിനെ മാറ്റാനായി ഞാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ വട്ടാക്കുന്നവരന്മാരുടെ വട്ടിനെ മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതിന് എടുക്കുന്ന പെയിനാണ്, എടുക്കുന്ന എഫേർട്ടാണ് ഈ പറഞ്ഞ എൻ്റെ എല്ലാ പോസ്റ്റുകളും, എൻ്റെ എല്ലാ വീഡിയോസും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അന്നും പറഞ്ഞത് തന്നെയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. സോ ഞാൻ അടുത്ത ദിവസം എന്താണ് വീണ്ടെടുപ്പ്, റിഡംഷൻ, ബൈബിളിനകത്തുള്ള അടുത്ത ഏറ്റവും കാതലായിട്ടുള്ളൊരു ഭാഗമാണ് വീണ്ടെടുപ്പ്, റിഡംഷൻ. എന്താണ് റിഡംഷൻ, എവിടെ നിന്നാണ് റിഡംഷൻ, ആർക്കാണ് റിഡംഷൻ, എന്തിനു വേണ്ടിയാണ് റിഡംഷൻ എന്നൊക്കെയുള്ള കാര്യം നെക്സ്റ്റ് ഞാൻ ലൈവിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. സോ I am concluding this section. Thanks for watching. Bless you all. Thank you.